അറിവിന്റെ അക്ഷരമുത്തുകൾ കോർത്തെടുത്ത് അക്ഷരമുത്താരം മുത്താരം കുന്ന് വായനശാലയുടെ വേനലവധി ക്യാമ്പിന് സമാപനം. ഒരു നാടിന്റെ സാംസ്കാരിക ഹൃദയമിടിപ്പും അറിവിന്റെ വിളക്കുമാടവുമായ മുത്താരം കുന്ന് വായനശാലയിൽ കുട്ടികളുടെ സർഗവാസനകൾക്ക് ചിറകേക്കാൻ സംഘടിപ്പിച്ച വായന കളരി അക്ഷരമുത്താരം വേനലവധി ക്യാമ്പിന് പ്രൗഢോജ്വലമായ സമാപനം. കേവലം പുസ്തകങ്ങളുടെ ശേഖരത്തിനപ്പുറം ഒരു തലമുറയെ സംസ്കരിച്ചെടുക്കുന്ന അറിവിന്റെയും വിവേകത്തിന്റെയും പവിത്രമായ ഇടമാണ് വായനശാലകളെന്ന് തെളിയിക്കുന്നതായിരുന്നു ഒരു മാസം നീണ്ടുനിന്ന ഈ ക്യാമ്പ്. മൊബൈൽ സ്ക്രീനുകളിൽ ചുരുങ്ങിപ്പോകുന്ന ആധുനിക ബാല്യങ്ങളെ അക്ഷരങ്ങളുടെ മാസ്മരിക ലോകത്തേക്കും നാട്ടുനന്മകളിലേക്കും തിരികെ നടത്തുവാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. മെയ് 1 താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി BS ഗോപകുമാർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ കുട്ടികളുടെ ബുദ്ധിക്കും ഭാവനയ്ക്കും ഉണർവേകുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് അരങ്ങേറിയത്. സയന്റിഫിക് മാജിക് ഷോ, നാടൻപാട്ട്, ചിത്രരചന, ശാസ്ത്രീയ സംഗീതം എന്നിവയിലുള്ള ശില്പശാലകൾ കുട്ടികളിലെ കലാഭിരുചികളെ തൊട്ടുണർത്തി. നാടക പരിശീലനത്തിലൂടെ അവർ ആത്മവിശ്വാസം വീണ്ടെടുത്തപ്പോൾ നാട്ടുചർച്ചയും നാട്ടറിവ് വീഡിയോ റെക്കോർഡിംഗ് മത്സരവും അവരെ തങ്ങളുടെ വേരുകളിലേക്കും നാട്ടിൻപുറത്തിന്റെ തനിമയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. അമ്മയ്ക്കൊരു കവിത, തൂലികാ വിസ്മയം, പുസ്തകാസ്വാദനം തുടങ്ങിയ സർഗാത്മക പരീക്ഷണങ്ങൾ കുട്ടികളുടെ ഭാവനയെയും എഴുത്തുശേഷിയെയും ഏറെ സ്വാധീനിച്ചു. കളിയും ചിരിയും ചിന്തയും സമന്വയിച്ച ഇത്തരം അനുഭവങ്ങൾ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് ആഴത്തിലുള്ള അടിത്തറയാണ് പാകിയത്. സമാപന ദിവസമായ ഇന്ന് ആവേശകരമായ അക്ഷരമുത്താരം ക്വിസ് മത്സരവും കുട്ടികളുടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടിയ കഥാ കവിതാ ശില്പശാലയും നടന്നു. തുടർന്ന് നടന്ന പ്രൗഢമായ സമാപന സമ്മേളനം കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ബീന സജീവ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രബോധത്തിലൂന്നിയ വായനാ സംസ്കാരം വളർത്തിയെടുക്കണം. നമുക്ക് എന്താണ് സയൻസ്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാനം ശാസ്ത്ര പുരോഗതിയിലൂടെ നേടിയ നേട്ടങ്ങളാണ്. അല്ലാതെ നമ്മൾ വേറെ ഒരു മന്ത്രവും ജപിച്ചുകൊണ്ട് കാണുന്ന നേട്ടങ്ങളല്ല, അല്ലേ? നമ്മളിപ്പോൾ മനുഷ്യൻ എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു, അല്ലേ? വാഹനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യന് ഒരു കാര്യങ്ങളും ഇല്ലാതെ, ഒരു അഭിവൃദ്ധിയും ഇല്ലാതിരുന്ന ഒരു കാര്യം. നിങ്ങൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത്. എല്ലാ നേട്ടങ്ങളുമുള്ള ശാസ്ത്ര നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സുനിത വില്യംസ് മാസങ്ങളോളം ബഹിരാകാശത്ത് ജീവിച്ചു. അപ്പോൾ സുനിത വില്യംസ് പറഞ്ഞു, എന്താണ്, ഇവിടെ രാജ്യങ്ങളുടെ വേർതിരിവ് പോലും അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മളിവിടെ പല പല ഘട്ടങ്ങളിലായി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പല തട്ടുകളായി വിഭജിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളിലാണ് പ്രതീക്ഷ. നിങ്ങൾ നല്ല ശാസ്ത്രബോധമുള്ളവരായി, സയൻസിനെ സ്നേഹിക്കുന്നവരായി, ചിന്താശക്തിയുള്ളവരായി, അതുപോലെ തന്നെ ചരിത്രം, ശരിയായ ചരിത്രം നമ്മുടെ കേരളം എങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെട്ടത്, അങ്ങനെ ശരിയായ ചരിത്രം, തെറ്റായ ചരിത്രമല്ല, ശരിയായ ചരിത്രം പഠിക്കണം. അതിൽ കൂടെ മാത്രമേ നമുക്ക് കാലഘട്ടത്തെ മുന്നോട്ട് നല്ല ചിന്താഗതി ഉള്ളവരായി വളരുവാൻ കഴിയുള്ളൂ. HS വിഭാഗം മലയാളം അധ്യാപിക ജയപ്രസാദ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും നല്ല വായനക്കാരായി മാറുമ്പോഴാണ് ഏറ്റവും നല്ല എഴുത്തുകാരുമായി മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇല്ലേ, വായന കൂടുതൽ വായിക്കുമ്പോൾ അക്ഷരത്തെറ്റുകൾ കുറയും, എഴുത്തും വായനയും കൂടുകയും ചെയ്യും. അപ്പോഴേ ചിലരൊക്കെ കൂട്ടുകാരെ വിചാരിച്ചിട്ടുണ്ടോ, മക്കളുമാരെ നിങ്ങൾ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ വായിക്കാനൊന്നും എനിക്ക് വയ്യ, ഇങ്ങനെ കിടന്ന് ആ നേരത്തിന് ഒരു റീല് കാണുമെന്ന് വിചാരിക്കും, ഇല്ലേ? അങ്ങനെയല്ല മക്കളുമാരെ. എഴുത്തും വായനയും അറിഞ്ഞിടാത്ത നല്ല പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്. കുട്ടിക്കാലത്ത് 6 വയസ്സ് വരെ, ഒരു 6-7 വയസ്സ് വരെ അക്ഷരം എഴുതാൻ അറിഞ്ഞിടാത്ത മഹാനായ ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടായിരുന്ന ആ ആത്മകഥ വായിച്ചിട്ടുണ്ടോ ആ എഴുത്തുകാരന്റെ? ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഭയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രന്ഥശാല സെക്രട്ടറി സജിത്ത് GR ക്യാമ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാലവേദി സെക്രട്ടറി ജീവരാജ് സ്വാഗതവും യുവജനവേദി ജോയിന്റ് സെക്രട്ടറി കീർത്തന നന്ദിയും രേഖപ്പെടുത്തി. ക്വിസ് മാസ്റ്റർ ഐമൽ ഷാജി, വനിതാവേദി സെക്രട്ടറി BGV എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിക്കപ്പെട്ടു. ക്യാമ്പിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച കൃഷ്ണവേണിയെ ബാലവേദി ഓഫ് ദി ഇയർ 2025-26 ആയും നാട്ടുചർച്ചയിൽ വിവേകപൂർണമായ നിലപാടുകൾ ഉയർത്തിയ അഭിനവിനെ മികച്ച സംവാദകനായും തിരഞ്ഞെടുത്തു.
പുതിയ ബാലവേദി ഭാരവാഹികൾ പ്രസിഡന്റ് കൃഷ്ണവേണി, വൈസ് പ്രസിഡന്റ് ധ്യാന ഘോഷ്, സെക്രട്ടറി അഭിനവ്, ജോയിന്റ് സെക്രട്ടറി ശ്രീഭദ്ര ജഗദീഷ്. അക്ഷരങ്ങളുടെ ലോകത്ത് നിന്ന് ആർജിച്ച ജ്ഞാനവും മൂല്യങ്ങളുമായി നാളത്തെ വാഗ്ദാനങ്ങളായ ഒരു കൂട്ടം കുട്ടികൾ ക്യാമ്പിന്റെ പടവുകൾ ഇറങ്ങുമ്പോൾ മുത്താനംകുന്ന് വായനശാല ഒരു നാടിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വീണ്ടും തിരികൊളുത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.